ഹലോ, ഇന്നൊരു നത്തോലി ഫ്രൈ ആക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ഉപ്പ്, ചതച്ച വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിന് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ പിള്ളേരൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കതിനെ ഓരോന്ന് നിരത്ത് വെച്ച് വറുത്തേക്കാം. ഞാൻ സാധാരണ കുക്കിംഗ് ഓയിൽ എടുത്തേക്കട്ടോ. വേണമെങ്കിൽ ടേസ്റ്റിന് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചാക്കാം. പക്ഷേ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ പൈസ അല്ലേ. അതുകൊണ്ട് ഇതാ കുക്കിംഗ് ഓയിലിനകത്തിട്ട് ഞാൻ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതാ മീൻ നല്ല മുരിച്ചിങ്ങെടുത്തിട്ടുണ്ട്. നത്തോലിയൊക്കെ നല്ല മുരിഞ്ഞിരിക്കണം. നല്ല ചോറിനകത്തിട്ട് ഇങ്ങനെ കറുമുറ കടിക്കാനൊരു ടേസ്റ്റും ഒരു രസവും ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. നമ്മുടെ നത്തോലി ഫ്രൈ റെഡിയാക്കി ഞാനതിനകത്തേക്ക് വെറുതെ ഒരു ഭംഗിക്ക് 2-3 നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് പ്ലേറ്റിലേക്ക് കുറച്ച് ചോറെടുത്ത് സൈഡിൽ കുറച്ച് ക്യാബേജ് തോരനും, ഉച്ചയ്ക്ക് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയും നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന നത്തോലിയും 2-3 കാന്താരിയും പിന്നെ ഭംഗിക്ക് ഒരു അച്ചാറും കൂടി വെച്ചിട്ട് ഇന്നത്തെ ഊണിനുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നാളെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.